മൊബൈൽ സൈലൻ്റൊക്കെ എവിടെ ചെന്നാലും. നേരെ അത് കഴിഞ്ഞ് അടുത്ത് സംഘാടകരുടെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. കാറിൽ വന്ന് മൊബൈൽ ഇങ്ങനെ ഇരിക്കുന്നത്, ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട്. സമയം ഒരു 3-3:30 മണിയാണ്, 4 മണിയായിട്ടുണ്ട്. ഫോൺ ഇങ്ങനെ എടുത്തു നോക്കുമ്പം എൻ്റെ അയൽവാസി രതീഷ് വിളിക്കുന്നുണ്ട്. ഹലോ പറഞ്ഞു. എന്ത് മനുഷ്യനാണ് ഫിലിപ്പേട്ട നിങ്ങളും ചോദിച്ചു. എന്താണ് ചോദിച്ചു, എത്ര പ്രാവശ്യം നിങ്ങളെ വിളിക്കണേ, ഓ വല്ലാത്തൊരു ആളെ കേട്ടോ നിങ്ങൾ അച്ഛന് തീരെ വയ്യ, പെട്ടെന്ന് വരാൻ പറഞ്ഞു. പെട്ടെന്ന് വണ്ടിയുടെ ബ്രേക്ക് ഞാൻ ചവിട്ടി. എനിക്കൊരു ഓർമ്മയൊന്നും കിട്ടുന്നില്ല, സൈലൻ്റ് ആയിരുന്നല്ലോ ഫോൺ. പിന്നെ നോക്കുമ്പം എൻ്റെ അമ്മയുടെ 54 കോളുണ്ട്, എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ട്, 54 കോള്. അതിൽ പിന്നെ പെങ്ങളുടെ കോളുണ്ട്. എല്ലാം ഒന്ന് സ്ക്രോൾ ചെയ്തു, എല്ലാ കോളിലും എടുക്കാനൊരു പേടിയായി. അടുത്ത് എൻ്റെ വേറെ അയൽവാസി വിളിക്കുന്നുണ്ട്. എടാ നീ എവിടെത്തിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ അനിയോ, ഞാൻ ആ കാര്യം പറയാമെന്ന് പറഞ്ഞു. എന്ത് പറ്റി, അപ്പൻ എന്ത് പറ്റിയും ചോദിച്ചു. അതിൽ പുള്ളി ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാതെ നിൽക്കുകയാണ് അവിടെ. മറുതലയ്ക്ക് ശബ്ദമില്ല. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, കൊണ്ടുപോകണോ, വേണേ പറ, ആ ഗുളിക മാത്രം കുടിച്ചാൽ പോരെ, ചൂടുവെള്ളം കുടിച്ചാൽ പോരെ, ഗ്യാസ് ആയിരിക്കും, ഇതാ എൻ്റെ മനസ്സിൽ വരണേ. പക്ഷേ വീട്ടിൽ ഏകദേശം 1.5 മണിക്കൂർ വണ്ടി വിടണം. പക്ഷേ ഞാനൊരു 40 മിനിറ്റ് കൊണ്ട് വണ്ടി എത്തി. വണ്ടി ഓഫാക്കാതെ ഇറങ്ങി ഓടി. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുള്ളൂ. അച്ഛൻ ഞാൻ ഇറങ്ങി ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിയായ തൊട്ട് വേദന തുടങ്ങി. അച്ഛന് കാർഡിയോ അറസ്റ്റായിരുന്നു. എൻ്റെ അച്ഛൻ ആരെയും വിളിക്കാൻ സമ്മതിച്ചില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ മോൻ വരട്ടെ, അവൻ വന്ന്, അവന് ഒരുപാട് ഡോക്ടർമാരെ പരിചയമുണ്ട്, അവൻ വന്ന് എന്നെ കൊണ്ടുപോയിക്കോളൂ, നീ അവനെ വിളിയെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഞാൻ എൻ്റെ മൊബൈൽ ഫോണുകൾ ഒരു സദസ്സിലും ഞാൻ സൈലൻറ്റ് ചെയ്യാറില്ല. 54 കോളുകൾ എൻ്റെ അമ്മയുടെ ഞാൻ കാണാതെ പോയി. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടപ്പെടുത്തലാണ് എനിക്ക് ജീവിതത്തിൽ എനിക്കുണ്ടായത്. ഫിലിപ്പമ്പാട് എന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് ഡോക്ടർമാരുടെ ബന്ധമുണ്ട്, 2 വണ്ടിയുണ്ട്. പക്ഷേ അച്ഛൻ്റെ ചെറിയ വേദനകളെ കാണാതെ പോയി. കൊണ്ടുപോകണോ, വേണമെങ്കിൽ പറ, വേണ്ട മക്കളെ എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് എൻ്റെ അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാമായിരുന്നെങ്കിലും ഒരു പക്ഷേ ഇന്നും അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടാവും മണ്ണിൽ. ഫ്യൂണറെല്ലാം കഴിഞ്ഞു. ഞാൻ വീട്ടിനകത്ത് കയറിയപ്പം അമ്മയുടെ കാലിലും കയ്യിലെല്ലാം നിറച്ച് ചോരയുണ്ട്. അച്ഛൻ്റെ മൂക്കുന്ന ചോര വന്നിട്ടുണ്ട്. കട്ടിൽ അച്ഛൻ എന്നെ നോക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അച്ഛൻ മരിച്ചൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിരുന്നു. പിറ്റേ ദിവസം ഫ്യൂണറെല്ലാം കഴിഞ്ഞു. സെമിത്തേരിയിൽ ഒറ്റയ്ക്ക് പോയി ഞാൻ എൻ്റെ അച്ഛൻ്റെ ആ കല്ലറയിൽ പോയി ഏറ്റവും കൂടുതൽ നേരം വരുന്ന പൊട്ടിക്കരഞ്ഞു. ഇന്നും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമ്പം അച്ഛൻ്റെ സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കും ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ആജ്ഞയിൽ അപേക്ഷയാണ്, നമ്മുടെയൊക്കെ പ്രായമുള്ള മാതാപിതാക്കളുടെ ചെറിയ വേദനകളെ നിങ്ങൾ തള്ളിക്കളയരുത്. അവരുടെ ചെറിയ വയ്യായികളെ നിങ്ങൾ കാണാതെ പോകരുത്. നാളെ നിങ്ങൾക്ക് കുറച്ചവരെ നന്നായി നോക്കാം, കരുതാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ദൈവം നിങ്ങൾക്ക് അവസരം തരില്ല. അതുകൊണ്ട് ഓർക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്. ഇത് ഫിലിപ്പമ്പൻ്റെ മാത്രം കോട്ടാണ്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്, മക്കൾക്ക് വേണ്ടി ജീവിക്കരുത്. നിങ്ങൾ മക്കളെ വളർത്തുക, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് വേണ്ടി ഉരുകുക. അത് കണ്ടാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ വാർദ്ധക്യത്തിൽ ഏറ്റവും മനോഹരമായി അവർ സംരക്ഷിക്കും.